നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സംക്രമ ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. മേടമാസത്തിലേക്ക്, മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിച്ചിരിക്കുകയാണ്. സൂര്യന്റെ ഉച്ചരാശിയാണ് മേടം രാശി. അതുകൊണ്ട് തന്നെ സൂര്യന് പ്രാധാന്യമുള്ള രാശിയിലേക്കുള്ള സംക്രമം സൂര്യന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. അത് നിരവധിയായിട്ടുള്ള ഫലങ്ങളെ ചെയ്യുന്നതാണ്. നമുക്ക് മേട സംക്രമ ഫലം ആണ് ഇന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. സൂര്യന്റെ സംക്രമം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളെ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ മേടമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവും പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കേവലം സൂര്യസംക്രമം ഉപാധിയാക്കിയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേക ഫലങ്ങളെ അടുത്ത ദിവസം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മേടം രാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാണ്, ശനിയുടെ നീചരാശിയുമാണ്. അതുകൊണ്ട് തന്നെ സൂര്യന് ഏറ്റവും ബലമുള്ള രാശിയാണ്. ഇത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. മേടം രാശി എന്നത് ഓജരാശിയാണ്, ഒരു പുരുഷ രാശിയാണ്. സ്ഥലരാശി, പൃഷ്ഠോദയ രാശി, ഹ്രസ്വരാശി തുടങ്ങിയതൊക്കെ മേടത്തിന്റെ പ്രാധാന്യങ്ങളാണ്. മേടൻ രാശി എന്നാൽ ആടിനെ പോലെയാണ് ഇരിക്കുന്നത് ആകൃതി കൊണ്ട്. അതുകൊണ്ട് തന്നെ മേടൻ രാശിയുടെ പര്യായങ്ങൾ ആടിന്റെ പേരുകൾ പലതും കടന്നുകൂടിയിട്ടുണ്ട്. വനപ്രദേശമാണ് മേടത്തിന്റെ സ്ഥലമായിട്ട് പറയുന്നത്. മേടൻ രാശിക്കാർക്ക് വ്യാഴമാണ് ഭാഗ്യാധിപൻ. മേടമാസത്തിൽ ജനിച്ചവർ പൊതുവെ ഭാഗ്യശാലികളാകാറുണ്ട്. ഓരോ രാശിക്കൂറുകാരുടെയും ഓരോ മലയാള മാസത്തിൽ ജനിച്ചാലുള്ള പ്രത്യേക ഫലങ്ങളെ വീഡിയോ ആയിട്ട് പ്രത്യേകം വിശദമായിട്ട് തന്നെ പഠിച്ച് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. അതിന്റെ രണ്ടാം ഭാഗത്തിൽ ഏതാനും നക്ഷത്രക്കാരുടെ വീഡിയോ ബാക്കിയുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ഓരോ രാശിക്കൂറുകാരുടെയും വീഡിയോകളും ഓരോ മാസത്തിൽ ജനിച്ചാലുള്ള വിശേഷ ഫലങ്ങളും പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകം വീഡിയോ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മേടമാസത്തിലെ സംക്രമം ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. മീനത്തിൽ ശനി നിൽക്കുമ്പോൾ ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുകയാണ് ഇപ്പോൾ. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 തീയതി, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രത്തിലേക്ക് സൂര്യൻ സംക്രമിച്ചത്. പ്രഥമതിഥിയും പന്നിക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടിയ ദിവസമാണ്. ഭൂമി ഭൂതോദയമാണ്. ഈ മേടസംക്രമ നക്ഷത്ര ഫലവും ശൂലഫലവും ചോതി നക്ഷത്രക്കാരെ കൂടുതൽ ബാധിക്കാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കരുതലെടുക്കേണ്ടതാണ്. വരുമാനത്തെക്കാൾ കൂടുതലായി ചോതി നക്ഷത്രക്കാർക്ക് ചെലവുകൾ വർദ്ധിക്കാം. സാമ്പത്തിക ക്ലേശവും ധനനഷ്ടവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തൊഴിലുകളിൽ പ്രത്യേകിച്ച് ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതേപോലെ തന്നെ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും അശ്രദ്ധയില്ലാതെ കാര്യങ്ങളെ പഠിച്ച് മുന്നോട്ട് പോവുക. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാസമയം നടക്കുന്നതിന് കാലതാമസമോ തടസ്സമോ ഉണ്ടായേക്കാം. കർമ്മരംഗത്തും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ദേവതാഫലം ചിന്തിക്കുമ്പോൾ ചില ഗുണാനുഭവങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് ലഭിക്കാം. അതുവഴി ചില കാര്യസ്ഥിതിയും സന്തോഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന, ജലധാര, പുറകുവിളക്ക് എന്നിവയൊക്കെ നടത്തുക. മഹാവിഷ്ണുവിനും ദേവീക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകൾ നടത്തുക, ദർശനം നടത്തുക. ഇനി നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ സംക്രമ ഫലവും കൂടി പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പ്രതാപവും സ്ഥാനമാനങ്ങളും ജനപ്രീതിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സൗഭാഗ്യവും സൽകീർത്തിയും ലഭിക്കുന്നതാണ്. കൂടാതെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. വിശേഷ വസ്ത്രലാഭം ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ മേട സംക്രമ ഫലമായിട്ട് നക്ഷത്രവശാൽ അശ്വതി നക്ഷത്രക്കാർക്ക് രോഗക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരവും ഉണ്ടാകാം. രോഹിണി നക്ഷത്രക്കാർക്ക് വിശേഷാൽ ബന്ധനം എന്ന ദോഷാനുഭവവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അഗ്നിഭയം ഉണ്ടാകാം. അതേപോലെ തന്നെ മൂർച്ചയുള്ള ആയുധങ്ങൾ, പശു, പക്ഷി എന്നിവരിൽ നിന്ന് ആക്രമണം എന്നിവയൊക്കെ ഉണ്ടാകാം. അതുവഴി ദേഹത്ത് മുറിവ് ഉണ്ടാകുക, ചതവുകൾ പറ്റുക ഇവയ്ക്കൊക്കെ സാഹചര്യമുണ്ട്. കൂടാതെ ത്വക്ക് രോഗം, പകർച്ചവ്യാധി തുടങ്ങിയ രോഗങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. ശത്രുഭീതി, മനോവ്യത, അലസത, ഉത്ഭയം, കർമ്മരംഗത്ത് അസ്വസ്ഥത, ഉന്മേഷക്കുറവ് തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. എന്നാൽ ദേവതാ സംബന്ധമായി ചില ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. കൂടാതെ സംക്രമ നക്ഷത്ര ഫലമായി മകയിര നക്ഷത്രക്കാർക്ക് ധനലാഭവും
തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും വിശേഷമായി കൈവരുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാരയും പുഷ്പാഞ്ജലിയുമാണ് നടത്തേണ്ടത്. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇവർക്ക് അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ്. കൂടാതെ സുഖം, മേലധികാരികളുടെ പ്രീതി, സത്കീർത്തി, പ്രതാപം, കർമ്മരംഗത്ത് ഉയർച്ച, കുടുംബത്തിൽ സ്വസ്ഥത, അഭിവൃദ്ധി, സ്ഥാനമാനങ്ങൾ, വ്യാപാര വ്യവസായങ്ങളിൽ ഉയർച്ച എന്നീ ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ മേടസംക്രമ നക്ഷത്രഫലമായി പൂയ നക്ഷത്രക്കാർക്ക് ചെറിയ ആപത്തിന് സാധ്യതയുണ്ട്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗവും ക്ലേശവും ഉണ്ടാകാം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരം വർദ്ധിക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബന്ധനം എന്ന ദോഷാനുഭവത്തിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയാണ് നടത്തേണ്ടത്. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശൂലഫലങ്ങൾ നല്ലതല്ല. ഇവർക്ക് ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ധനപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാം. ദ്രവ്യങ്ങൾക്ക് ക്ഷയാവസ്ഥയും രോഗാരിഷ്ടതകളും ഉണ്ടാകാം. മറ്റ് പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സംക്രമഫലമായിട്ടുള്ള നക്ഷത്രഫലത്തിൽ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഐശ്വര്യവും, വിശാഖ നക്ഷത്രക്കാർക്ക് ധനലാഭവും ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന നടത്തുക. അനിഴം, തൃക്കേട്ട, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. ഇവർക്ക് സർവാഭിഷ്ടസിദ്ധിയും സത്കീർത്തിയും പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സംക്രമ ഫലമായിട്ടുള്ള നക്ഷത്രഫലമായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനനഷ്ടത്തിന് സാഹചര്യമുണ്ട്. മൂല നക്ഷത്രക്കാർക്ക് ചെറിയ ആപത്തിന് സാധ്യതയുണ്ട്. പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗപീഠയുണ്ടാകാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരം വർദ്ധിക്കാം. ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന ദോഷപരിഹാരമായി ചെയ്യുക. അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബ കലഹത്തിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പരസ്പരം വിട്ടുവീഴ്ചകളിലൂടെ ബന്ധങ്ങൾ തകരാതിരിക്കാനുള്ള ശ്രമം നടത്തുക. സ്വജനങ്ങളിൽ ചിലർ വിരോധികളായി മാറിയേക്കാം. ബന്ധുനാശത്തിനും ഇടയുണ്ട്. അപമാന ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. രോഗപീഠകൾ ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ലാത്തതാണ്. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അസ്വസ്ഥതകളും ഉണ്ടാകാം. വാഹനം കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ദേവതാഫലമായി ചില ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചതയ നക്ഷത്രക്കാർക്ക് ധനലാഭവും പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടുംപായസം വഴിപാട് നടത്തുക. ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിശേഷ സ്ഥാനമാനങ്ങളും ജനപ്രീതിയും പ്രതാപവും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ നിലനിന്നിരുന്നവർക്ക് അതൊക്കെ ഇല്ലാതാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. പരസ്പരം ഐക്യവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. കൂടാതെ കർമ്മരംഗം മെച്ചപ്പെടുന്നതാണ്. വിശേഷ വസ്ത്രം, ആഭരണം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. മറ്റു പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ സംക്രമവശാലുള്ള നക്ഷത്രഫലമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനനഷ്ടത്തിനും രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ ആപത്തിനും സാധ്യതയുണ്ട്. കരുതൽ എടുക്കേണ്ടതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപായസം എന്നീ വഴിപാടുകളെ നടത്തുക. മേടം 4, 10, 13 എന്നീ തീയതികളിൽ അശുഭ യോഗങ്ങളുണ്ട്. മേടം 10, 23 എന്നീ ദിവസങ്ങളിലാണ് വൈദ്യുതം, ലാടം ഇവ വരുന്നത്. 11-ാം തീയതി മൃത്യുയോഗവുമുണ്ട്. 14-ാം തീയതി അമാവാസിയാണ്. മേടം 31-ാം തീയതി ദഗ്ധയോഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. മേടം 27-ാം തീയതി മൃത്യു നക്ഷത്രമായിട്ടുള്ള ചിത്ര നക്ഷത്രമാണ് വരുന്നത്. ഈ ദിവസവും ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക. മേടമാസത്തിൽ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശേഷാലും ദോഷഫലങ്ങൾ അധികരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ചിത്ര നക്ഷത്രക്കാർ അല്പം കരുതൽ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മേടമാസത്തിൽ വരുന്ന ചിത്ര നക്ഷത്ര ദിവസം, അതായത് മേടമാസത്തിലെ 27-ാം തീയതി അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. ലഹരി വസ്തുക്കളൊക്കെ പൂർണ്ണമായിട്ട് വർജിക്കുക. ഈശ്വര ചിന്തയോടുകൂടി കഴിയുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ, ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവയൊക്കെ ചിത്ര നക്ഷത്രക്കാർ ചെയ്യുക. 10-ാം ഉദയവും അക്ഷയ തൃതീയവും ഒക്കെ ഈ മേടമാസത്തിൽ വരുന്നുണ്ട്. അതിന്റെയൊക്കെ വിശേഷ ഫലങ്ങളെ നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. മേടമാസത്തിലെ സൂര്യസംക്രമ ഫലത്തെ
അവതരിപ്പിച്ചു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം മേടമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.